കൃഷ്ണഭക്തയായ ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങൾ തുടർച്ചയായി വരയ്ക്കുന്ന മുസ്ലിം പെൺകുട്ടിയായ ജസ്ന സലീമിനെ ആരും മറക്കാനിടയായില്ല. കാരണം നടൻ സുരേഷ് ഗോപിയുമായി അടുത്ത ചങ്ങാത്തമുള്ള ഒരു പെൺകുട്ടിയാണ് ജസ്ന. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയപ്പോൾ ജസ്ന സലീം വരച്ച ശ്രീകൃഷ്ണന്റെ പടം ജസ്ന തന്നെ നേരിട്ട് പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചിരുന്നു. അതെല്ലാവരും നമ്മൾ കണ്ടതുമാണ്, കേട്ടതുമാണ്. അതിനുശേഷം ജസ്ന സലീമിനെതിരെ കേരളത്തിൽ സൈബർ ആക്രമണം വർദ്ധിച്ചു വരികയാണ്. വൈകാതെ മറ്റൊരു കാശ്മീർ ആകുമെന്ന് കേരളത്തെക്കുറിച്ച് പറഞ്ഞത് യോഗി ആദിത്യനാഥാണ്. അത്രയ്ക്കാണ് ഇവിടെ വളരുന്ന മോദി വിരോധവും BJP വിരോധവും. പ്രത്യേകിച്ചും ഒരു മുസ്ലിം പെൺകുട്ടി മോദിയുമായി അടുക്കുന്നത് ആർക്കും അത്ര ദഹിക്കുന്ന ഒരു കാര്യവുമല്ല. ഈയിടെ ജസ്നയ്ക്കെതിരായ സൈബർ ആക്രമണം അതിരുവിടുകയാണ്. യുവാക്കളെ ഹണി ട്രാപ്പിൽ അകപ്പെടുത്തുന്ന പെൺകുട്ടിയാണ് ജസ്ന എന്ന് വരെ പ്രചരണം നടക്കുകയാണ്. ഈയിടെയാണ് താൻ ബലാത്സംഗത്തിന് ഇരയായ വിവരം പോലും ജസ്ന സലീം പുറത്തു പറഞ്ഞത്. മദ്രസയിൽ പോകുന്ന മകന് അവിടെ കുറച്ച് മാനസിക പ്രയാസങ്ങൾ ഉണ്ട് എന്ന് കണ്ടപ്പോൾ എന്തു ചെയ്യണമെന്ന് ചിന്തിച്ചിരുന്ന ജസ്ന സലീമിനോട് രതീഷ് കല്യാൺ എന്ന വ്യക്തി നിഹാൻസിൽ പഠിച്ച ഡോക്ടർ റോഷൻ എന്ന ഒരാളുണ്ട് എന്നും ആ ഡോക്ടറെ കണ്ട് മകനെ കൗൺസിലിംഗ് ചെയ്യിക്കാമെന്നും ഉപദേശിച്ചു. അങ്ങനെ മകനെ കൗൺസിലിംഗിനായി കൊണ്ടുപോയ സമയത്താണ് ഡോക്ടറുമായി ചങ്ങാത്തമായത്. അയാൾ ജസ്ന സലീമിനെ ലൈംഗികമായി പീഡിപ്പിച്ചു. നടുവട്ടം ഭാഗത്താണ് ഈ ഡോക്ടറുടെ വീട്. അന്ന് ജസ്നയെ ഉപദ്രവിച്ച ശേഷം അയാൾ ഭീഷണിപ്പെടുത്തിയതിനാൽ ജസ്ന സലീം അത് പുറത്തു പറഞ്ഞില്ല. ഉപദ്രവിച്ചതിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയിട്ടുണ്ട് എന്നും പുറത്തു പറഞ്ഞാൽ ഈ ദൃശ്യങ്ങൾ പുറത്തുവിടും എന്നും ഇയാൾ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. വീട്ടിൽ കെട്ടിയിട്ടാണ് ഇയാൾ ഉപദ്രവിച്ചതെന്നും ഇതുപോലെ ഒറ്റയ്ക്ക് കഴിയുന്ന സ്ത്രീകളെ പലരെയും ഇയാൾ ഇതേ രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നും ജസ്ന പറയുന്നു. ഇടയ്ക്കിടെ വീട്ടിൽ വന്ന് ഇയാൾ ഉപദ്രവിക്കുകയും ചെയ്തു. പക്ഷേ വാസ്തവത്തിൽ ഇയാൾ ഒരു മുസ്ലിം യുവാവാണ്. മെഡിക്കൽ കോളേജിനടുത്തുള്ള സഹകരണ ബാങ്കിൽ ജോലി ചെയ്യുന്ന സ്ത്രീയുടെ മകനാണ് ഈ യുവാവ്. ഞാൻ ഇവന്റെ ഉമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് കാല് പിടിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും എന്റെ മകൻ ഒരു പേഷ്യന്റ് ആണ് എന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. ഇവൻ പലതവണ പൈസ ആവശ്യപ്പെട്ടു, പലപ്പോഴും പേടിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷെ പരാതി നൽകിയിട്ടും ഇവനെ പോലീസ് പിടികൂടുന്നില്ല എന്നും ജസ്ന പറയുന്നു. ഇപ്പോൾ ഇതേ യുവാവ് തന്നെ സമൂഹ മാധ്യമത്തിൽ ജസ്ന സലീം ഹണി ട്രാപ്പ് നടത്തുന്ന യുവതിയാണ് എന്ന രീതിയിലുള്ള പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. തന്റെ മകനോട് മുജീബ് എന്ന പേരുള്ള ഒരു ഉസ്താദ് മോശമായി പെരുമാറിയതിനെ തുടർന്നാണ് തനിക്ക് മകനെ കൗൺസിലിംഗിന് വിധേയമാക്കേണ്ടി വന്നതെന്നും ജസ്ന സലീം പറയുന്നു. എന്തായാലും ജസ്ന സലീമിന്റെ ഈ വെളിപ്പെടുത്തൽ സമൂഹത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. താൻ മറ്റൊരു മതത്തിലെ കൃഷ്ണനെ കൂട്ടുപിടിച്ചതിനാണോ എന്നെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് എന്നാണ് ജസ്ന സലീം കരഞ്ഞു ചോദിക്കുന്നതും.